എന്തോരം അറിവ് സമ്പാദിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുമുണ്ട്, ഒരുപാട് പഠിപ്പിച്ചിട്ടുമുണ്ട്, ലോകത്തിൽ ഒരുപാട് രാഷ്ട്രങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു പഠനം എൻ്റെ ജീവിതത്തിൻ്റെ ഈ സായാഹ്നത്തിലെങ്കിലും എനിക്ക് കിട്ടിയതിൽ ഞാൻ ഭാഗ്യമുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബൈബിൾ എന്നാൽ ദൈവം സംസാരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം, ഞാനെല്ലാം എഴുതി വയ്ക്കാറുണ്ട്. പക്ഷെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ എഴുതിയതൊക്കെ സംഭവിക്കുമോ? എനിക്കങ്ങ് ഭയങ്കര പ്രയാസമായി. അപ്പോഴെന്നോട് കർത്താവ് പറയാണ്, നീ വിശ്വസിക്കണം. അപ്പോഴാണ് മാതാവിനെ സഹായിക്കാനെത്തുന്നത്. അങ്ങനെയാണ് ആ പാട്ടൊക്കെ എഴുതിയത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞവളെ ഭാഗ്യവതി എന്നുള്ളൊരു പാട്ടുണ്ട് നമ്മുടെ. എന്ന് പാടി. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. പിന്നെ ദൈവം കടാക്ഷിച്ചു തലമുറകളെല്ലാം നിന്നെ പ്രകീർത്തിക്കും. മാതാവിന്റെ അഭിവാദനം കേട്ട മാത്രയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. മനസ്സിലാക്കണം. അപ്പൊ പറയണത് പിന്നെ ആരാ? എലിസബത്താണോ? എലിസബത്തിലുള്ള പരിശുദ്ധാത്മാവാണോ? എലിസബത്തിലുള്ള പരിശുദ്ധാത്മാവാണ് പറയുന്നത്. കർത്താവിൻ്റെ അമ്മ കണ്ടോ? ആരാ പറയുന്നത്? അവള് പരിശുദ്ധാത്മാവാണ്. കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവളെ. അപ്പം ഇതാണ് നമുക്കുണ്ടാകേണ്ട വലിയ ഒരു വളർച്ച വിശ്വാസത്തിൽ. ഇപ്പം നമ്മൾ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ കണ്ടില്ലേ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് അബ്രാഹം വിശ്വസിച്ചത് വിശ്വാസമെന്ന ദാനം അതിൽ നൽകിയിരിക്കുന്നുകൊണ്ടാണ്. ആ ദാനം മാതാവിനും എന്ന പോലെ നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. പക്ഷെ ആ ദാനം നമ്മളിൽ വളരണമെങ്കിൽ ഇങ്ങനെ ഒരു ബൈബിൾ പഠനം നമ്മൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. യെസ്, ഇത് ഇവിടെ വരാമോ? എന്താ പറയാനുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഫുഡ് നോട്ട് ഇടയ്ക്ക് നോക്കുന്നതാണ് ബൈബിൾ വായിക്കുന്ന സമയത്ത്. പക്ഷേ നമ്മൾ പുതിയ നിയമം ഒരു ടീച്ചിങ്ങിന് അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു സ്റ്റെപ്പിൽ നമ്മൾ പുതിയ നിയമം വായിച്ചിട്ട് അതിൽ പ്രവചനങ്ങളുടെ ഫുഡ് നോട്ട് നോക്കി പഴയ നിയമത്തിൽ പോയി പഠിച്ച് ധ്യാനിക്കുന്ന ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ 2:23 ഫുഡ് നോട്ടിൽ കൊടുത്തിട്ടില്ല. അത് ഒരു സംശയം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നസ്രായൻ അതിന് വേറെ ബൈബിൾ മേടിച്ചാൽ മതി. അതാണ്. താങ്ക് യു. നമ്മൾ ഇപ്പം ഈ ബൈബിള് തന്നെ ഇതിന് തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ശരിക്കും പഠിക്കണമെങ്കിൽ ഒരു സ്റ്റഡി ബൈബിള് ഇച്ചിരി കാശ് കൂടുതൽ കൊടുത്ത് ഇംഗ്ലീഷ് ഒരെണ്ണം മേടിക്കണം. അത് നല്ലത് കാത്തലിക് കൺഫ്രറ്റേണിറ്റി എഡീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം. ഗുഡ് ന്യൂസ് ബൈബിളിലൊന്നും ഇതൊന്നുമില്ല, ഫുട് നോട്ട് വരെ ഉണ്ടാവില്ല. സെൻറ്റ് പോളിൽ കിട്ടണം. അതൊക്കെ ഒരു കിൻഡർ ഗാർഡൻ ബൈബിളാണ്. ക്ഷമിക്കണം. നമ്മൾ വളർന്നവർക്ക് വളർന്ന വ്യാഖ്യാനങ്ങളുള്ള. അപ്പോൾ കാത്തലിക് അമേരിക്കൻ ബൈബിൾ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഈ അമേരിക്കൻ ബൈബിള്, ന്യൂ അമേരിക്കൻ ബൈബിൾ ഇപ്പോൾ ഡിവൈൻ ലില്ലിൽ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഇന്ത്യൻ പ്രൈസിൽ കിട്ടും. 200 ചില്ലാൻ രൂപയുള്ളൂ എന്നാണ്. 200-300 രൂപയുടെ അടുത്ത് ഒരു കാത്തലിക് ന്യൂ അമേരിക്കൻ കാത്തലിക് ബൈബിൾ. അപ്പോൾ അതിൽ ഇതിൻ്റെ എല്ലാം ഒരു വശത്ത് വചനം എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്ത വശത്ത് അതിൻ്റെ വ്യാഖ്യാനങ്ങളും പിന്നെ ഈ ഫുട് നോട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതെടുത്ത് വായിക്കണം. ചില സ്ഥലത്ത് ഇങ്ങനെ റെഫറൻസ് തന്നിട്ടുണ്ട്. അവിടെ ഈ പ്രവാചകൻ പറഞ്ഞു എന്നുള്ളത് ചിലയിടത്ത് എഴുതിയിട്ടില്ല അതിൻ്റെ റെഫറൻസ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനെ കുറിച്ച് ഇനി അടുത്തത് നമ്മൾക്കിപ്പോൾ
നമ്മുടെ അരമനയിലോ സെമിനാരികളിലോ പ്രത്യേകിച്ച് പല അച്ഛന്മാരുടെ അടുത്തുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരെ സഹായിക്കും. അവിടെ ബൈബിൾ കമൻട്രികളുണ്ട്. ബൈബിൾ കമൻട്രി അത് എടുത്താൽ പൊങ്ങാത്ത വലിയൊരു പുസ്തകമായിരിക്കും. അതുകൊണ്ട് അത് നമ്മൾ സ്വന്തമാക്കുകയാണെങ്കിൽ നല്ലതാണ്. പറയണം നമ്മളെന്തോരം തേങ്ങയാണ് സ്വന്തമാക്കണേ, അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു തേങ്ങയും കൂടി അങ്ങ് ഇരിക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. എന്നെ ഞാൻ പണ്ട് ജോലിയെല്ലാം വിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇതൊക്കെ പഠിക്കണമെന്ന് ഭയങ്കര ആവേശമാണ്. അപ്പോൾ ബോംബെയിൽ നിന്ന് ഞാൻ ബാംഗ്ലൂരിൽ ധ്യാനിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ധ്യാനിപ്പിക്കാൻ വന്ന് അത് കഴിഞ്ഞ് പോകുന്നത് ഒരു പെട്ടി നിറച്ച് പുസ്തകങ്ങളായിട്ടാണ്. അപ്പോൾ ഇച്ചിരി എന്തെങ്കിലും കാശ് അവിടെ നിന്നൊക്കെ കിട്ടണത്, ഭാര്യ നോക്കിയിരിക്കണത് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വീട്ടിൽ കാര്യമാവുന്നുള്ളതാണ്. ഞാൻ കൊണ്ടുവന്നേക്കണേ എന്താ, ഒരു കൊട്ട പുസ്തകങ്ങളാണ്. അത് കാണുമ്പോഴേക്കും ഭാര്യ, എൻ്റെ കർത്താവേ ഇത് മുഴുവനും പുസ്തകം മേടിച്ച് ചിലവാക്കി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ് ഇതിപ്പോഴാണ് എനിക്ക് വായിക്കാനും പഠിക്കാനുമുള്ള ഒരു ആഗ്രഹം. ആ സമയത്ത് മേടിച്ചില്ല, കാശുണ്ടാവണ കാലത്ത് മേടിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അങ്ങനെ എൻ്റെ കയ്യിൽ ഒരുപാട് പുസ്തകങ്ങൾ, ഒരു വലിയ ലൈബ്രറി തന്നെ കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ തീഷ്ണത കണ്ടിട്ട് പല സെമിനാരികളിലൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ ആദ്യം ഇച്ചിരി നേരത്തെ ചെന്ന് അവരുടെ ലൈബ്രറിയിൽ പോയി, നമുക്ക് കാശൊന്നും കൊടുക്കണ്ടല്ലോ, ഒന്ന് തുറന്ന് കുറേ പുസ്തകങ്ങളൊക്കെ നോക്കും. അപ്പോൾ അച്ഛന്മാർ വന്നിട്ട് പറയും, ഓ ഈ പുസ്തകം നിനക്ക് ഇഷ്ടമായല്ലേ? ആ ഇതെനിക്ക് ഇഷ്ടമായി, എന്നാൽ നീ എടുത്തോ. ആ പ്രൈസ്തലോ. അങ്ങനെ എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുള്ള ഒന്നാണ് സെൻറ്റ് ജെറോം ബൈബിൾ കമൻട്രി. ഇതാണ് സഭയുടെ ഒരു ഔദ്യോഗിക ബൈബിൾ കമൻട്രിയാണ്. അങ്ങനെ 2-3 കമൻട്രികളുണ്ട്. ഇത് ഒരെണ്ണം മേടിക്കണം, നല്ലതാണ്. ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ കർത്താവ് ആരിലൂടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടൊന്ന് സമ്മാനമായിട്ട് തരും. പിന്നെ ഇപ്പോൾ ഇതെല്ലാം ഇൻ്റർനെറ്റിലൂടെയും നമുക്ക് കിട്ടും. ഈ പുസ്തകങ്ങളെയൊക്കെ ഇപ്പോഴത്തെ ഒരു പുതിയ സംവിധാനം എന്താണെന്ന് വെച്ചാൽ ലൈബ്രറി, ഇലക്ട്രോണിക് ലൈബ്രറി, CCEL എന്നും പറഞ്ഞൊരു ഇലക്ട്രോണിക് ലൈബ്രറി ഉണ്ട്. കാത്തലിക് CCEL എന്നാണ് തോന്നുന്നു, കാത്തലിക് കൺഫ്രറ്റേണിറ്റി എറ്റേർണൽ ലൈബ്രറി. അപ്പോൾ ആ CCEL.org ഇതൊരു ലൈബ്രറിയാണ്. അതിനകത്ത് മിക്കവാറും ലോകത്തിലുള്ള എല്ലാ കത്തോലിക്ക പുസ്തകങ്ങളും നമുക്ക് ഇലക്ട്രോണിക്കലായിട്ട് ഡൗൺലോഡ് ചെയ്യുകയോ വായിക്കുകയോ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇനി പുസ്തകം കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ഈ സംവിധാനമുള്ളവർ വെബ്സൈറ്റിലൂടെ CCEL.org അങ്ങനെ ഒരുപാട് ലൈബ്രറികളുണ്ട്. വത്തിക്കാൻ ലൈബ്രറി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലൈബ്രറി ചെന്ന് നമുക്ക് ഏത് വിശുദ്ധൻ്റെ പുസ്തകം വേണം, സെൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ്. അപ്പോൾ അതിൽ ജോൺ അടിച്ചാൽ ജോൺ ഓഫ് ദ ക്രോസ് വന്നു. ആ ജോൺ ഓഫ് ദ ക്രോസിൻ്റെ സകല പുസ്തകങ്ങളും ഇലക്ട്രോണിക്കലായിട്ട് അതിനകത്തുണ്ട്. അതിലേത് പുസ്തകം വേണം, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, അസെൻറ്റ് മൗണ്ട് കാർമൽ, കാൻറ്റിക്കിൾ, അത് എടുക്കുക. അതെടുത്ത് അത് വായിക്കാം. റീഡ് ഓൺലി, വായിക്കാൻ മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും പൈസ കൊടുക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇനി പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് ഇല്ല എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവർ പറയും പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ കയറ്റും അതിനകത്തേക്ക്. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ സംവിധാനങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഏതെങ്കിലും ഒരു അച്ഛനോട് പറയണം, അച്ഛൻ്റെ അടുത്തൊരു ബൈബിൾ കമൻട്രി ഉണ്ട്. ഇപ്പോൾ മലയാളത്തിലും ആലുവ സെമിനാരിയിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള അത് ബൈബിൾ നിഘണ്ടുവാണെന്ന് തോന്നുന്നു. ബൈബിൾ കമൻട്രികൾ കണ്ട് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഇതെല്ലാം പഠിക്കാനുള്ള ചില ഇതുകളാണ്. നമ്മൾ ആരുടെയെങ്കിലും ഒരു പ്രൊട്ടസ്റ്റൻ്റ് പുസ്തകമൊക്കെ വായിച്ച് അതിനകത്ത് നമ്മുടെ കാത്തലിക് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവില്ല. പക്ഷേ ഓക്കെ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചായ കുടിക്കാൻ ചായ റെഡി ആയിട്ടുണ്ടെന്ന് നോക്കി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങളെ വിശുദ്ധ ലിഖിതങ്ങൾ പഠിപ്പിക്കണേ, വിശുദ്ധ ലിഖിതങ്ങൾ പഠിപ്പിക്കണേ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അച്ഛൻ ഇന്നലെ പാടിയ പാട്ട് ഒന്ന് പഠിപ്പിച്ചാൽ ആഗ്രഹമുണ്ട്. ഒന്ന് അച്ഛനൊന്ന് ഇവിടെ ഒന്നൊന്ന് പാടാമോ അച്ഛനൊന്ന് പ്ലീസ്? അതിനകത്ത് വളരെ അർത്ഥസമ്പുഷ്ടമാണ്.
അതിനൊരു ചെറിയ വിശദീകരണം അച്ഛൻ തരാൻ പറ്റിയാൽ നല്ലതാണ്. ആ പാഴൂഴിയിൽ ഉയരും എന്ന് ഇതിലൊന്ന് പാടി ഈ ഇൻ്റർനെറ്റിലും ആളുകളെല്ലാം കേൾക്കട്ടെ. ഇതൊന്ന് എന്തോ ഒരു വലിയ കാര്യമാണ്. 5 മിനിറ്റ്. ഓക്കെ. ഈ പാഴൂഴിയിൽ വരും ശോഷന്ന പൂക്കൾ എന്ന് പറയുന്നത് സിമിസ്തേരിയിൽ വളരുന്ന ഒരു പൂവാണ്. ആ പാഴൂഴി എന്ന് പറഞ്ഞാൽ സിമിസ്തേരിയ. ഇനി ബാക്കി അച്ഛൻ പറയട്ടെ. ഒന്ന് പറയും, ഒന്നൊന്ന് പാടി. ഓക്കെ ഓക്കെ. പാഴൂഴിയിലുയരും ശോഷന പൂക്കൾ, കൈപ്പണിയല്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ ആദം മക്കൾക്കായിത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. തുടർന്നും കൂടി പാടാം അതിൻ്റെ അടുത്തല്ലേ? ഓക്കെ ഓക്കെ. ഒന്നുകൂടി പാടിക്കോ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോട്ടോ. എഴുതണവർ എഴുതിക്കോ. പാഴൂഴിയിലുയരും ശോഷന പൂക്കൾ, കൈപ്പണിയല്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ ആദം മക്കൾക്കായിത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. ഭുവനനിവാസികളെ സശുഭം വാണിടുവിൻ, ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം പോകുന്നേ നൽക എൻ്റെ കണക്കല്ല. ഇത് ഒരിക്കൽ ഞാൻ കാനഡയിൽ വെച്ച് ഒരു ധ്യാനത്തിന് ചെന്നപ്പോൾ എൻ്റെ പരിചയമുള്ള ഒരു ചേച്ചി പറഞ്ഞു, അവരുടെ ഭർത്താവ് ഇങ്ങനെ മലങ്കരയാണ്, ബ്രദർ ഇന്ന് ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കണേ, അപ്പോൾ അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കി സംസാരിക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം ഇങ്ങനെ എന്നെ വർണ്ണിച്ച്, അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. രാത്രി 2 മണി വരെ ഞങ്ങൾ ഈ മലങ്കരയിലെ പാട്ടുകളും ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ പഠിച്ചു. എന്നെ വളരെയധികം സ്പർശിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് കർത്താവ് വെളിപ്പെടുത്താൻ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നീടാണ് എനിക്ക് ഈ ആദം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതും അല്ലെങ്കിൽ ഉയർപ്പിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അവിടെ ഈ പാഴൂഴിയിലുയരും ശോഷന പൂക്കൾ എന്നത് സിമിസ്തേരിയിലുണ്ടാകുന്ന ഒരു വെളുത്ത പൂവാണ്. അപ്പോൾ സിമിസ്തേരികളിൽ എന്ത് പൂ നട്ട് വളർത്തണം എന്നുള്ളതെല്ലാം സഭകളുടെ ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ സിമിസ്തേരിയിൽ പൂവൊന്നുമല്ല, സിമിസ്തേരിയൊക്കെ കാട് പിടിച്ച് കിടക്കായിരിക്കും. പക്ഷേ മറ്റ് രാജ്യങ്ങളിലെല്ലാം സിമിസ്തേരി ഒരു നല്ല മനോഹരമായ പൂന്തോട്ടമാണ്. അവിടെ ഓരോരുത്തരുടെയും കല്ലറയിൽ അവരുടെ വീട്ടുകാർ മിക്കവാറും എല്ലാ ദിവസവും വന്ന് വിളക്ക് കത്തിച്ചു വയ്ക്കുകയും കെടാവിളക്ക് പോലെ കത്തിച്ചു വയ്ക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും താങ്ക് യു ആ കബറിടത്തിന് ചുറ്റും പൂക്കൾ നട്ട് വളർത്തുകയും ഇങ്ങനെയെല്ലാം ചെയ്യും. പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ തോട്ടത്തിൽ പോണതിൽ നല്ലത് സിമിസ്തേരിയിൽ പോയാൽ മതി, വലിയ. അപ്പോൾ അവിടെ ചില സിമിസ്തേരികളിൽ നട്ട് വളർത്തുന്നൊരു പൂവാണ് ശോഷൻ. അതിങ്ങനെ വെളുത്തിരിക്കും, അത് മണ്ണിൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം തന്നെ ഈ പാഴൂഴിയിൽ ഉയരുന്ന ശോഷന്ന പൂവ് മനുഷ്യനെ മണ്ണിൽ മറച്ചു കഴിഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ ജീവിതം അവിടെ കഴിയുന്നില്ല. അവൻ ഈ ശോഷന്ന പൂ പോലെ അവൻ്റെ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേക്കും. അത് എന്തായിരിക്കും? ആദാം മക്കൾക്കായി റൂക്കുദിശ നെയ്ത ഉയർപ്പിൻ്റെ വസ്ത്രമാണത്. ആദാം മക്കളായി. ആരാണ് ഈ ആദാം മക്കൾ? നമ്മളെല്ലാവരും. ആ ആദാം മക്കൾക്കായി
റൂഖുദിശ, പരിശുദ്ധാത്മാവ് നെയ്യുന്ന ഉയർപ്പിൻ്റെ ആ അമർത്യമായ അദൃശ്യമായ ആത്മീയ ശരീരം ചാർത്തിക്കൊണ്ടാണ് അവൻ ആ അന്ത്യദിനത്തിൽ രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപൂരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഇത് ആണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴേ നമ്മൾ പാടി ആനന്ദിക്കേണ്ടത്. അതാണ് കുർബാനയിൽ പാടുന്നത്. ആ പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ മാലാഖമാരൊത്ത് വലംഭാഗം നമ്മൾ നിൽക്കും. അപ്പം അതുകൊണ്ട് അതേ സമയത്ത് ഈ വചനം കൂടി ഓർക്കണം. രാജാവ് പറഞ്ഞു, അതിനാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് മുതൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം സ്വന്തമാക്കുവിൻ. അന്ത്യദിനത്തിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ലോക സ്ഥാപനത്തിന് മുൻപ് നമുക്ക് വേണ്ടി നമ്മെ സൃഷ്ടിച്ച ദൈവം ഒരു രാജ്യം സജ്ജമാക്കിയിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആ അവസ്ഥാവിശേഷത്തിൽ നിന്ന് ആ ദൈവമക്കളെ മറ്റെന്തെങ്കിലും ശക്തിക്കോ പാപത്തിനോ തിന്മയ്ക്കോ പിശാചിനോ ഈ ലോകത്തിനുള്ളതിനോ എന്തെങ്കിലും ശക്തിക്ക് ഇതിനെ അകറ്റാൻ പറ്റുമോ? ഇതൊക്കെ പറയാമെങ്കിലും ഈ പാപി അങ്ങനെ കയറുമോ? ഇപ്പോഴും നമ്മളിൽ ഒരു ഡൗട്ടാണ്. കൺവിൻസ്ഡാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇതാ അവിടെ മണിയടിച്ചു. ചായയുടെ ആണ് കേട്ടോ. ഓക്കെ, ചായ കുടിച്ച് ഉടനെ വരിക. 15 മിനിറ്റിനകത്ത് എല്ലാവരും വരിക. പ്രൈസ് ദി ലോർഡ്.